ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇറച്ചിക്കറിയിലേക്ക് പറ്റിയൊരു ഓട്ടട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞങ്ങളിവിടെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓട്ടട. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ പൊറോട്ട കഴിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് പൊടിയിട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി. ഇനി ഇതിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലേശം ജീരകം, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ ഉള്ളി ഇടുന്നവരും ഉണ്ട്, ഇടാത്തവരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഉള്ളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മൾ ചൂടുവെള്ളം, തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി കുഴച്ച് കൊണ്ടുവരണം കേട്ടോ. പിന്നെ അതിലേക്ക് നാളികേരം, 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമില്ല. നല്ലോണം മിക്സാക്കി കുഴഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ ഇറച്ചിക്കറി, നമ്മളിവിടെ ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ പൊറോട്ട വേണമെന്ന് പറയും, അവർ ബ്രെഡ് വേണമെന്ന് പറയും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുക, വേഗം ഉണ്ടാക്കും. പക്ഷെ അതവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് അത്. അപ്പോൾ ആദ്യം തന്നെ ദോശക്കരിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പരത്തുകയാണ് ചെയ്യണത്. അടിയിൽ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇതൊന്ന് അധികം നൈസാക്കണ്ട, എന്നാലും കുറച്ച് കട്ടി കുറയ്ക്കണം. ഇതായിട്ടുണ്ട് കേട്ടോ. ഒന്ന് മൂടി വയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നല്ല വേവും ചെയ്യും, നല്ല സോഫ്റ്റ് ആവും ചെയ്യും. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ. ഇപ്പം ഒരു ഭാഗം വെന്തിട്ടുണ്ട്, അടുത്ത ഭാഗം മറിച്ചിട്ടിട്ടുണ്ട്. മൂടി വയ്ക്കുകയാണെങ്കിൽ സോഫ്റ്റ് ആവും, അല്ലെങ്കിൽ അത്രയ്ക്കാണ്ട് സോഫ്റ്റ് ആവില്ല കേട്ടോ. ആണ് മൂടി വെച്ചത്. പറയാത്തവരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് എടുക്കാം കണ്ടോ. ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട്, എടുക്കാം. നല്ല ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് ഇലയിലാണ് കേട്ടോ. അതാണ് ഒറിജിനൽ ഓട്ടട ഇവിടുത്തെ. അപ്പോൾ ഇത് ആദ്യമൊക്കെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ, എന്താ പറയുക, മീൻ വെക്കണ മൺചട്ടി, അതുപോലെ വലിയ ചട്ടിയിലാണ് ഈ ഓട്ടട ഉണ്ടാക്കുക കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോഴാണ് നമുക്കതൊന്നും കിട്ടാനില്ലോ. ഇതിങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഭാഗം വേവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. മുരിഞ്ഞ് ഇത്തിരിയൊക്കെ വരുമ്പോൾ ഇറച്ചിക്കറിക്ക് ബെസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ 2 ഭാഗമായിട്ടുണ്ട്, എടുക്കാം കേട്ടോ. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അറിയാത്തവരുണ്ടാക്കി നോക്കാം.